നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മാർക്കോ എന്ന ചിത്രത്തിന് ശേഷം ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന കാട്ടാളൻ എന്ന ചിത്രം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ റെക്കോർഡുകൾ നേടും. ഒരു മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തുകയ്ക്കാണ് കാട്ടാളൻ എന്ന സിനിമയുടെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ വിറ്റുപോയത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഫാർക്ക് ഫിലിംസ് ആണ് കാട്ടാളൻ സിനിമയുടെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. നവാഗതനായ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ചിത്രം 2026 മെയ്യിൽ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. സിനിമയുടെ ചിത്രീകരണത്തിന് അടുത്തിടെ തായ്ലാന്റിൽ തുടക്കം കുറിച്ചിരുന്നു. ലോകപ്രശസ്ത തായ്ലാൻഡ് മാർഷൽ ആർട്സ് ചിത്രമായ ഓങ് ബാക്കിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ കെച്ച കെമ്പഡിക്കയുടെ നേതൃത്വത്തിലുള്ള ടീമിനോടൊപ്പമാണ് കാട്ടാളന്റെ ഷൂട്ട് ആരംഭിച്ചിട്ടുള്ളത്. ഓങ് ബാക്കിലൂടെ ശ്രദ്ധ നേടിയ പോങ് എന്ന ആനയും ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തുന്ന ചിത്രത്തിൽ സുനിൽ, കബീർ ദുഹാൻ സിംഗ്, ജഗദീഷ്, സിദ്ദിഖ്, ആൻസൺ പോൾ, രാജ് തിരൺ ദാസു, ഷോൺ ജോയ്, റാപ്പർ ബേബി ജിൻ, ഹനാൻ ഷാ, കിൽ മൂവി താരം പാർത്ഥ് തിവാരി, ലോക ഫെയിം ഷിബിൻ എസ് രാഘവ് എന്നിവരും ഒപ്പമുണ്ട്. ചിത്രത്തിൽ പെപ്പെ തന്റെ യഥാർത്ഥ പേരായ ആന്റണി വർഗീസ് എന്ന പേരിൽ തന്നെയാണ് എത്തുന്നത്. കന്നഡയിലെ ശ്രദ്ധേയ സംഗീത സംവിധായകനായ അജനീഷ് ലോക്നാഥാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത്. കാന്താര ചാപ്റ്റർ 2 ശേഷം അജനീഷ് സംഗീതമൊരുക്കുന്ന ചിത്രമാണ് കാട്ടാളൻ. സിനിമയിലെ സംഭാഷണം ഒരുക്കുന്നത് ബിഗ് ബി, ചാപ്പ കുരിശ്, മുന്നറിയിപ്പ്, ചാർലി തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ എഴുത്തുകാരനായ ഉണ്ണി ആറാണ്. എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഷമീർ മുഹമ്മദ്. നിഹാൽ സാദിഖ് കാട്ടാളിന് വേണ്ടി പ്രൊമോ ഗാനം ഒരുക്കുന്നുണ്ട്. ഐലൻഡ് ലാബ്സ് ആണ് ടൈറ്റിൽ ഗ്രാഫിക്സ് ഒരുക്കിയിരിക്കുന്നത്. രൺദേവാണ് DPO. ആന്റണി വർഗീസ് പെപ്പയുടെ കരിയറിലെ ഏറ്റവും ചിലവേറിയ ചിത്രമാണ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.